ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കരസ്ഥമാക്കുന്നത് സച്ചിയും രേവതിയുമായിരിക്കും. സച്ചിക്കും രേവതിക്കും ഒന്നാം സ്ഥാനം അടിച്ചതോടുകൂടി തന്നെ ശ്രുതിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് തീരെ അങ്ങ് ദഹിച്ചിട്ടില്ല. ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ്. തങ്ങൾക്ക് കിട്ടാത്തതിന്റെ വിഷമത്തിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഈ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന്. പക്ഷേ കിട്ടിയില്ലല്ലോ എന്ന് സങ്കടം പറയുന്ന സമയത്തിന് ശ്രുതി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രുതി, ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. സാരമില്ല, ഇതൊരു മത്സരമല്ലേ, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലായിരിക്കും. ആരതി ഒഴിയാനുള്ള തട്ടമൊക്കെ വട്ടം കൂട്ടി കാത്തിരിക്കുകയാണ്. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു എന്നറിയാമോ? ഈ ഒരു തട്ടം ഞാൻ പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എന്നൊക്കെ പറയും. എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ തന്നെ വിജയിക്കുമെന്ന് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒഴിയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി അതിനെ തടയും. ആന്റി, ഒന്ന് നിൽക്ക്, ഞങ്ങളല്ല ജയിച്ചത് എന്ന കാര്യം ശ്രുതി പതുക്കെ പറഞ്ഞു. ചന്ദ്രമതി അത് കേട്ട് ആകെ ഞെട്ടിപ്പോയി. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ജയിച്ചത് എന്ന് ചോദിച്ചു നിൽക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും ബൈക്കിൽ അവിടെ വന്നിറങ്ങുന്നത്. വർഷ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലും അവരെ ബെസ്റ്റ് ലവേഴ്സ് ആയി തന്നെ തിരഞ്ഞെടുത്തല്ലോ. സങ്കടമുണ്ടോ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുമ്പോൾ, ഞാനിതിന് സങ്കടപ്പെടുന്നു. നമ്മൾ മികച്ച ജോഡികളായി തന്നെ അവർ അംഗീകരിച്ചില്ലേ, അത് മതി എനിക്ക് എന്ന് വർഷ സന്തോഷത്തോടെ പറഞ്ഞു. സച്ചിയേട്ടനും രേവതി ചേച്ചിക്കും ഒന്നാം സമ്മാനം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷയും അതിനെ ശരിവെക്കുന്നു. പക്ഷേ ചന്ദ്രമതി വിചാരിച്ചത് ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് എന്നാണ്. ഉടനെ തന്നെ ചന്ദ്രമതി അവരുടെ അടുത്തേക്ക് താലിത്തട്ടവുമായി ചെന്നു. എവിടെ, ആരതി ഒഴിയട്ടെ, നിങ്ങൾക്കാണല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ തിരുത്തി, ആന്റി, ഞങ്ങളല്ല ജയിച്ചത്. ചന്ദ്രമതി പിന്നെ ആകെ കൺഫ്യൂഷനായി. നിങ്ങളുമല്ലേ, പിന്നെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മികച്ച ലവേഴ്സ് ആയിട്ടാണ് സെലക്ട് ചെയ്തത്, പക്ഷേ ജയിച്ചത് മറ്റൊരാളാണ് എന്ന് വർഷ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അതെന്താടാ, നിങ്ങൾ ആരും മര്യാദക്ക് കളിച്ചില്ലേ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ ആരതിയൊക്കെ എടുത്ത് കാത്തു നിൽക്കുന്നത്? പോ, ഞാൻ അകത്തേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നേരെ അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് രേവതിയുടെ അമ്മയും ദേവവും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചന്ദ്രോദയത്തിലേക്ക് ഇവരെന്തിനാ വരുന്നത് എന്ന മട്ടിൽ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രേവതിയുടെ അമ്മ രവീന്ദ്രനോട് സച്ചിയും രേവതിയും എത്തിയില്ലേ എന്ന് ചോദിക്കും. ഇല്ല, അവർ വന്നിട്ടില്ല എന്ന് രവീന്ദ്രൻ മറുപടി നൽകി. ചന്ദ്രമതി ഉടനെ തന്നെ പരിഹസിക്കാൻ തുടങ്ങി. ഇത്രയും പഠിച്ചവർക്ക് പോലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യം നിങ്ങൾ പറയണോ? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മിക്കവാറും അവരെ പുറത്തായിട്ടുണ്ടാവും, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവരെയൊക്കെ കളിയാക്കി ചിരിക്കാണ്. എന്നാൽ സച്ചിയാണ് ജയിച്ചത് എന്ന് ശ്രീകാന്ത് പറയാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് വലിയ ചെണ്ടമേളങ്ങളെല്ലാം കേൾക്കുന്നത്. അമ്പലത്തിലെങ്ങാനും വല്ല പരിപാടിയും നടക്കുകയാണോ എന്ന് നോക്കി നിൽക്കുമ്പോൾ ദാ വരുന്നു സച്ചിയും രേവതിയും. സച്ചി ഫ്രണ്ട്സിനെയും കൂട്ടി വലിയ ആഘോഷമായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. സച്ചിയെ തോളിലേറ്റിയും ചെക്കൊക്കെ പിടിച്ചിട്ടുമാണ് ആവേശത്തോടെ അവർ വരുന്നത്. ചന്ദ്രമതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാനാവുന്നില്ല. ഇതെന്താ ഈ ചെണ്ടയൊക്കെ കൂട്ടി ഇവർ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അഭിമാനത്തോടെ പറഞ്ഞു, അമ്മേ, അത് വിജയാഘോഷമാണ്. സച്ചിയേട്ടനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് എന്ന് പറയും. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി ആകെ ഷോക്കേറ്റതുപോലെ നിന്നുപോയി. രവീന്ദ്രനാണെങ്കിൽ സന്തോഷം അടക്കാനാവുന്നില്ല. അച്ഛാ, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്കാണ് ഫസ്റ്റ് എന്ന് സച്ചി വിളിച്ചു പോവാണ്. രേവതിയുടെ അമ്മയും സന്തോഷം പങ്കുവെച്ചു. സച്ചി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മഹേഷ് പൂമാലകൾ നൽകി. ഇങ്ങനെ കയറി വരരുത്, രണ്ടുപേരും പരസ്പരം മാല അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചാർത്തിയിട്ട് വേണം വീട്ടിലേക്ക് കയറി വരാനെന്ന് പറയും. അങ്ങനെ അവർ ആ മാല വാങ്ങിച്ചതിന് ശേഷം രണ്ടുപേരും പരസ്പരം മാല ചാർത്തി കൊടുത്തു. രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാണ് ആദ്യം തന്നെ. രവീന്ദ്രൻ പറഞ്ഞത്, മക്കളെ, ഒരുപാടധികം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അഭിനന്ദിച്ചു. ചന്ദ്രമതി മാത്രം വിട്ടുകൊടുത്തില്ല. ഇവരെങ്ങനെ ജയിച്ചു? ഒന്നുകിൽ സുധിയും ശ്രുതിയും അല്ലെങ്കിൽ വർഷയും ശ്രീകാന്തുമല്ലേ ജയിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ നല്ല മറുപടി തന്നെ കൊടുത്തു. നീ പറയുന്നത് പോലെ ഇവർ മാത്രം ജയിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ പോയിട്ട് വിധികർത്താവായിട്ട് അവിടെ ഇരിക്കണമായിരുന്നു. ദേവും എല്ലാവരും സച്ചിയെയും രേവതിയെയും പുകഴ്ത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങളാണ് താരം. നിങ്ങളുടെ പ്രകടനം കണ്ടിട്ട് എല്ലാവരും പറയുന്നത് നിങ്ങളെപ്പോലെ ആവണമെന്നൊക്കെയാണെന്ന് ദേവു പറഞ്ഞു. രവീന്ദ്രനും അത് ശരിവെക്കുന്നു. നിങ്ങൾ അത്രയും നല്ല ജോഡികളാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും ചെണ്ടമേളം മുറുകി. സച്ചിയും രേവതിയും കൂടെ ആവേശത്തോടെ ഡാൻസ് കളിക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ വർഷയും ശ്രീകാന്തും കൂടെ കൂടി. ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനാവുന്നില്ല. ചന്ദ്രയെ അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയെന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മടിച്ചു നിൽക്കാണ്. പക്ഷേ രവീന്ദ്രൻ വിട്ടുകൊടുത്തില്ല. ഇത്ര വലിയ അംഗീകാരം കിട്ടിയിട്ട് അവർ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ നിർബന്ധിക്കുമ്പോൾ ചന്ദ്രമതിക്ക് പിന്നെ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു. 1,00,000 രൂപയുടെ ബോർഡ് സച്ചി ചന്ദ്രമതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്.
അത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് കൂടുതൽ കലിപ്പ് കയറി. ഒടുവിൽ വർഷയോട് ഒഴിയാൻ പറഞ്ഞുവെങ്കിലും വർഷ ഒഴിഞ്ഞു മാറിയിരുന്നു. അങ്ങനെ ചന്ദ്രമതിയും രേവതിയുടെ അമ്മ ലക്ഷ്മിയമ്മയും കൂടി ചേർന്നുകൊണ്ടായിരിക്കട്ടോ അവർക്ക് ആരതി ഒഴിഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് രേവതിയുടെ വീട്ടുകാർ അവിടെ നിന്നും പോവാണ്. ചന്ദ്രമതി നേരെ സുധീരയും ശ്രുതിയുടെയും അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവരോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇത്രയുമൊക്കെ പഠിച്ചവരല്ലേ, നിങ്ങൾക്കെന്താ മര്യാദക്ക് ഉത്തരമൊന്നും പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, അവർ കേൾക്കാത്തതാണ് പ്രശ്നമെന്ന് ശ്രുതി തമാശയായി പറഞ്ഞു. ശ്രുതി പറയുന്നത് അവർ പ്രതീക്ഷിച്ച ഉത്തരം ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയില്ലെന്നാണ്. പിന്നെ അവിടെ വന്നവരെല്ലാം എപ്പോഴും തല്ല് പിടിക്കുന്നവരായിരുന്നു, ഞങ്ങൾ മാത്രമാണ് തല്ല് പോലും പിടിക്കാത്തവരായി ഉണ്ടായിരുന്നത് എന്ന് ശ്രുതി ചന്ദ്രമതിയോട് വാദിക്കുമ്പോൾ ചന്ദ്രമതി അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു. സച്ചിയും രേവതിയും വേറൊരു വശത്തിരുന്ന് ആ വിജയത്തിന്റെ സന്തോഷത്തിലാണ്. ഈ ബോർഡ് ഇവിടെ ഫ്രെയിം ചെയ്തു വെക്കണമെന്ന് സച്ചി പറയുമ്പോൾ വരുന്നവരും പോകുന്നവരുമൊക്കെ അറിയട്ടെ, നമ്മൾ ലക്ഷ്യത്തിൽ ഒരാളാണെന്ന് സച്ചി പറഞ്ഞു. ചന്ദ്രമതിയെ ലക്ഷ്യം വെച്ച് കൊണ്ടുതന്നെ സച്ചി പറയുന്നുണ്ട്, ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷേ അവരുടെ വായ നമുക്ക് മൂടി കെട്ടാനൊന്നും പറ്റില്ലല്ലോ. ഇത് കേട്ട് ശ്രുതിക്ക് നിയന്ത്രണം വിട്ടുപോയി. ശ്രുതി പറയുന്നത്, പിന്നെ 1,00,000 രൂപയല്ലേ കിട്ടിയിട്ടുള്ളൂ, അതിന് വലിയ കോടി കിട്ടിയ ലക്ഷണമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ സച്ചിൻ നല്ല മറുപടി തന്നെ കൊടുത്തു. എടാ, 1,00,000 രൂപയാണെങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ അംഗീകാരമാണ്. ഇത്രയും ഡിഗ്രിയുള്ള നിനക്ക് അതുപോലും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും. രേവതി ഇടയിൽ കയറി സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും സച്ചി തന്റെ സന്തോഷം അച്ഛനോട് പങ്കുവെക്കാണ്. അച്ഛാ, ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് 1,00,000 രൂപ സമ്പാദിക്കുന്നത്. എത്ര ഓട്ടം ഓടിയാലും എനിക്കിതൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യസന്ധമായി ജീവിച്ചാൽ അതിന്റെ ഫലം കിട്ടുമെന്ന് രവീന്ദ്രൻ അവനെ അഭിനന്ദിക്കുന്നു. ഇതിന്റെ എല്ലാം മെയിൻ കാരണക്കാരി രേവതിയാണെന്ന് സച്ചി പറഞ്ഞു. രേവതിയുടെ മോട്ടിവേഷൻ കൊണ്ടാണ് താൻ ജയിച്ചത് എന്നും സച്ചി തുറന്നു പറയുമ്പോൾ ശ്രുതി വീണ്ടും പുച്ഛിക്കുന്നു. ഏതോ ലോക്കൽ കമ്പനി നടത്തിയ മത്സരമാണിത് എന്ന് ശ്രുതി കളിയാക്കി ചിരിക്കുമ്പോൾ സച്ചി ഗൗരവത്തിലായി. ജീവിതത്തിൽ വിജയിക്കാൻ പഠിപ്പല്ല വേണ്ടത്, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണെന്ന് സച്ചി തുറന്നടിച്ചു പറഞ്ഞു. ശ്രുതി വീണ്ടും പ്രകോപിപ്പിക്കാൻ നോക്കി. ഇവർ മത്സരത്തിൽ കുറെ തവണ തല്ലുപിടിക്കുന്നവരാണെന്ന് പറയുമ്പോൾ രേവതി പറയുന്നത് അത് ദമ്പതികൾക്കിടയിൽ ഉള്ളതാണെന്നാണ്. തല്ലുപിടിക്കാത്ത ദമ്പതികൾക്കിടയിൽ എന്തോ വലിയ രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ടാവുമെന്ന് സച്ചി പറഞ്ഞു. ഇത് കേട്ട് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ആകെ സംശയത്തിലായി. സച്ചിയുടെ ആ ഒരു വാചകം ഒരു ഇടിത്തീ പോലെയാണ് ശ്രുതിയുടെയും ശ്രുതിയുടെയും തലയിൽ വീണത്. ദമ്പതികൾക്കിടയിൽ വഴക്കില്ല എങ്കിൽ അവിടെ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ആ ഒരു കണ്ടെത്തൽ ചന്ദ്രമതിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുപാകി. സച്ചിയും രേവതിയും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയെങ്കിലും ഹാളിൽ നിന്ന് ശ്രുതിയും ശ്രുതിയും പരസ്പരം നോക്കാൻ പോലും ഭയപ്പെടുന്നത് പോലെ തോന്നി. സച്ചി ചുമ്മാ പറഞ്ഞതാണെങ്കിലും അവരുടെ ഉള്ളിലെ കള്ളത്തരങ്ങൾ എവിടെയൊക്കെയോ തട്ടി വിളിക്കുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തോന്നി. അന്ന് ആ രാത്രി ചന്ദ്രമതിക്ക് ഉറക്കം വന്നില്ല. സച്ചി ജയിച്ചത് ഒരു വശത്ത് ദേഷ്യമുണ്ടാക്കുന്നുണ്ട് എങ്കിലും അവൻ പറഞ്ഞ സീക്രറ്റ് എന്ന വാക്ക് ചന്ദ്രമതിയുടെ തലയിൽ വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ചന്ദ്രമതി ശ്രുതിയെ രഹസ്യമായി വിളിച്ചു. എടി, അവൻ പറഞ്ഞത് നീയും കേട്ടതില്ലേ, നിങ്ങൾ തമ്മിൽ ശരിക്കും വഴക്കൊന്നും ഉണ്ടാവാറില്ലേ, അതോ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ചന്ദ്രമതി അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ആകെ വിക്കിപ്പോയി. അയ്യോ ആന്റി, അങ്ങനെയൊന്നുമില്ല, അവൻ വെറുതെ ഓരോന്ന് തട്ടുവിട്ടതല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും ചന്ദ്രമതി വിടാനൊന്നും ഭാവമില്ലായിരുന്നു. അതേസമയം സച്ചിയും രേവതിയും തങ്ങൾക്ക് കിട്ടിയ ആ 1,00,000 രൂപ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. സച്ചിക്ക് ആ ഒരു പണം കൊണ്ട് തന്റെ ടാക്സി ഒന്ന് പുതുക്കി പണിയണമെന്നും ബാക്കി പണം രേവതിയുടെ പേരിൽ ബാങ്കിൽ ഇടണമെന്നുമായിരുന്നു ആഗ്രഹം. എന്നാൽ രേവതിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ തുകയുടെ ഒരു ഭാഗം കൊണ്ട് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ വിരുന്നും സദ്യയും ഒരുക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. തങ്ങളെ വെറുക്കുന്നവർ പോലും തങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന രേവതിയുടെ വിശാല മനസ്സ് കണ്ടപ്പോൾ സച്ചിക്ക് അവളോട് കൂടുതൽ ബഹുമാനവും സ്നേഹവും തോന്നി. വിരുന്നിന്റെ അന്ന് ചന്ദ്രോദയം വീട് വീണ്ടും സജീവമായി. പക്ഷേ ശ്രുതിയും ശ്രുതിയും ആ സദ്യയിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാതെയാണ് പങ്കെടുത്തത്. സദ്യക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോള് ശ്രുതിയെ തേടിയെത്തി. ഫോൺ എടുത്ത് മാറി നിന്ന് സംസാരിക്കുന്ന ശ്രുതിയുടെ ഭാവമാറ്റം രേവതി ശ്രദ്ധിച്ചിരുന്നു. ശ്രുതി ആരോട് ദേഷ്യപ്പെടുന്നതും എന്തോ പണം കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി. സച്ചി പറഞ്ഞതുപോലെ അവർക്കിടയിൽ എന്തോ വലിയ സാമ്പത്തിക ബാധ്യതയോ രഹസ്യമോ ഉണ്ടെന്ന് രേവതിക്ക് ഉറപ്പായിരുന്നു. വിരുന്ന് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ രേവതി സച്ചിയോട് തന്റെ സംശയം പങ്കുവെച്ചു. സച്ചിയേട്ടാ, ശ്രുതി എന്തോ വലിയ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ ജയിച്ചാൽ അവർക്ക് അത്രയും കലിപ്പ് തോന്നാൻ കാരണം ഒരു പക്ഷേ ആ പണത്തിന്റെ ആവശ്യമായിരിക്കാം. ഇത് കേട്ട സച്ചി ഗൗരവത്തിലായി. തന്റെ കൂടപ്പുറപ്പ് തെറ്റായ വഴിയിലൂടെ പോകുന്നത് തടയേണ്ടത് തന്റെ കടമയാണെന്ന് സച്ചിക്ക് തോന്നി. അങ്ങനെ അന്ന് രാത്രി ശ്രുതിയെ തനിച്ച് കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ സച്ചി തീരുമാനിച്ചു. 1,00,000 രൂപയുടെ വിജയത്തിന് പിന്നാലെ ചന്ദ്രോദയത്തിൽ പുതിയ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.